എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 10 കൊല്ലത്തെ അധികാര വറുതിക്ക് ശേഷം ആ കാലഘട്ടത്തിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു, ഏതെല്ലാം രീതിയിലുള്ള പീഡന പർവ്വങ്ങൾ അരങ്ങേറി എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് കാത്തിരുന്ന ഒരു നിമിഷമാണ് രാജയോഗവും ഗജകേസരിയോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. ആ ചരിത്ര നിമിഷത്തിൽ ചരിത്ര ഭൂരിപക്ഷമായിട്ട് കേരളത്തിലെ ജനത ഈ UDF-ന് ഇത്രയും വലിയൊരു മാൻഡേറ്റ് നൽകിയിട്ട് ആ മാൻഡേറ്റിന് ആനുപാതികമായ രീതിയിൽ അതിൻ്റെ അന്തസ്സിൽ അതിൻ്റെ അന്തസത്തയിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല? എടോ, ഇത് കേരളമാണ്. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ MLA-മാർക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC ഭാരവാഹികൾക്കും കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലവും അല്ലെ അതിനു മുമ്പ് നോക്കിയിരുന്നാണ്. പക്ഷെ 5 വർഷക്കാലം ഈ കേരളത്തിലെ UDF രാഷ്ട്രീയത്തെ അതുപോലെ തന്നെ കേരള ഭരണത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരാളെന്നുള്ള നിലയിൽ ഈ പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാണ്. എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും, ഈ വിജയത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് VD സതീശൻ. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം ശൈലി ജനങ്ങൾക്കത് ഹരമാണ്. 2021 കൊടും പരാജയത്തിന് ശേഷം രണ്ടാമതും ഒരിക്കൽ കൂടി പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ ശേഷം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പടുത്തുയർത്തിയ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി നേടിയെടുത്ത ഒരു മാറ്റമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ ഒരു പുനർനിർമ്മിതിയാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ ഒരാൾക്കൂട്ടം മാത്രമായിരുന്ന ഒരു പ്രസ്ഥാനത്തെ മുന്നണിയെ ഒരു പ്രൊഫഷണൽ ടീമാക്കി പരിണമിപ്പിച്ച് വിജയ തൃഷ്ണയുള്ള ഒരു സംഘമായി മാറ്റി. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരിൽ ആവേശം കുത്തിവെച്ച് ആത്മവിശ്വാസം കുത്തിവെച്ച് അങ്ങനെ ഒടുവിൽ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും വളരെ ഗംഭീരമായി വിജയിച്ച് ഒടുവിൽ അതിനേക്കാൾ ഗംഭീരമായിട്ട് ഫൈനലും വിജയിച്ച ഒരു പ്രസ്ഥാനം. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ആ ഫൈനൽ കഴിഞ്ഞപ്പോഴാണ് നേരത്തെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ നാടകം അരങ്ങേറി. ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പടനായകനെ അവസാനം നിരായുധനാക്കി വേണമെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ നാട് കടത്തും, അതിനും മടിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ. ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. ഇതൊരു കഷ്ടമാണിത്. ഈ കോൺഗ്രസ് പാർട്ടി അല്ലാതെ വേറെ ആരെങ്കിലും ഇത്രയും വലിയ നന്ദിയുടെ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ട് അവരുടെ ഏറ്റവും നല്ല സ്വപ്നത്തിൽ പോലും ദിവാസ്വപ്നത്തിൽ പോലും ഈ UDF ഇത്തരത്തിൽ ഈ 102 സീറ്റിന്റെ ഒരു വിജയം കണ്ടില്ല എന്നുള്ളത് ആലോചിക്കണം. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഒരു എക്സിറ്റ് പോളിൽ കണ്ടില്ല, ഒരു പ്രീ പോളിൽ കണ്ടില്ല. കോൺഗ്രസിലെ ഒരു നേതാവ് പോലും ഈ VD സതീശൻ അല്ലാതെ മറ്റാരും 100-നപ്പുറത്തുള്ളൊരു സംഖ്യയെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഒരു ചിന്തയില്ലാതെ അല്ലെങ്കിൽ അതിന് നായകത്വം വഹിച്ച ആ വ്യക്തിയെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും KPCC നേതൃത്വവും AICC നേതൃത്വവും ചേർന്ന് സത്യത്തിൽ അയാളെ പട്ടും വളയും അണിയിച്ച് അയാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വാഴിക്കേണ്ട സ്ഥാനത്ത് ഇത് എത്ര ദിവസമായി? 9 ദിവസമായി. അദ്ദേഹത്തിനെ എങ്ങനെ എന്താ പറയാ കാരാഗ്രഹത്തിൽ അടയ്ക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ വനവാസത്തിന് പോകാമെന്ന് പറഞ്ഞെടുത്തുനിന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വനവാസത്തിന് അയച്ചില്ല. പക്ഷെ പാർട്ടി ഇപ്പൊ ആലോചിക്കുന്നതും ചെയ്യുന്നതും മൂപ്പരെ വനവാസത്തിന് അയക്കാനാണ്. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് എന്ത് നാടകമാണ്? സാറിനെ ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമമാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞപ്പോൾ എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ ഒരു കാര്യം, കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്ന ആൾക്കാർ അതൊരു കൂട്ടായ തീരുമാനത്തിനെ പുറത്തേക്ക് എത്തിക്കുക മാത്രമാണ്, അതല്ലാതെ സ്വന്തം തീരുമാനം നടപ്പാക്കുകയല്ല, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയല്ല എന്നാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ശ്രീമതി ദീപ്തിയിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നതിനെ പറ്റി കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ മാത്യു കുഴൽനാടനും MM ഹസനും പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ്. എന്നാൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതോ കേട്ടാൽ അങ്ങനെയല്ല തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അവർ പറയുന്നത് ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയാമെന്നാണ്. അപ്പൊ ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ കൂട്ടായ തീരുമാനം ആരാ പറയുന്നത്? സതീശൻ പറയണോ, അതോ രമേശ് ചെന്നിത്തല പറയണോ, അതോ KC വേണുഗോപാൽ പറയുന്നതാണോ ആ തീരുമാനം? അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ പ്രവർത്തന ശൈലിയുണ്ട്, ഓരോ രീതിയുണ്ട്. അതുകൊണ്ട് കൂട്ടായ തീരുമാനമാണ് ഓരോരുത്തരും പറയുന്നത് എങ്കിൽ പോലും
അതിലേക്ക് ഒരു ഇൻഡിവിജ്വൽ എലമെന്റ് വരും. അതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള പിന്തുണ ഓരോ നേതാക്കന്മാർക്കും കിട്ടാത്തത്. സമമായിട്ടുള്ള പിന്തുണയല്ലല്ലോ ആൾക്കാർക്ക് കിട്ടുക. ഏറ്റവും വോക്കലായിട്ട് ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു പോരാട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ച ആൾക്കാർ അവൻ പറഞ്ഞ നേരെ അവർക്ക് പാർട്ടിക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്ന ബഹുജനങ്ങളുടെ ഇടയിലൊക്കെ കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ശ്രീമതി ദീപ്തി തന്നെ ഇപ്പൊ പറഞ്ഞത്, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രഖ്യാപനം വേഗം നടത്താം എന്നാണ്. അത് ശരിയാണ്. കേരളത്തിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതും ശരിയാണ്. അത് ശരി. ഇപ്പോൾ ഉള്ള ഈ ഒരു റേസ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള റേസ്, അത് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് ശ്രീമതി ദീപ്തിക്ക് അറിയാമെങ്കിലും പറഞ്ഞില്ല. ഹൈക്കമാൻഡ് കൊണ്ടുവന്നിരുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു ശ്രീമതി ദീപ്തി. ആ നിയമം അനുസരിച്ച് നിലവിൽ എം പിമാരായിട്ടുള്ള ആൾക്കാരും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ MLA-മാരാകാൻ വേണ്ടിയിട്ട് മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായി. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റും. ഒരാളിന് പോലും ഇളവ് നൽകാത്ത രീതിയിൽ ഒരു MP പോലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡ് കൊണ്ടുവന്നതാണ് ആ നിയമം. അതിന് തന്നാരും വിളിച്ചില്ല. കോൺഗ്രസ് ഇപ്പോഴുള്ള ഈ ഒരു ആശയക്കുഴപ്പത്തിലേക്ക്, ഈ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്, സംഘടനയെ പ്രതിസന്ധിയിലാക്കിയത് സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഹമാണ് എന്ന് കേരളത്തിൽ ഇനി അറിയാത്തതായിട്ട് ആരുമില്ല. MP-മാരും തന്നെ വരേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ എല്ലാ ആൾക്കാരെയും മാറ്റി നിർത്തിയതിനു ശേഷം ഒരാളിന്, അതായത് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ആളിന് മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള എക്സംഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗൂഢാലോചനയിൽ, ഞാൻ ഗൂഢാലോചന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഗൂഢാലോചനയിൽ ഹൈക്കമാൻഡും ഒരു പാർട്ടിയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? കാരണം ഇവരോട് ആരും തന്നെ നേരിട്ട് ഇവിടെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് KC വേണുഗോപാലോ പറഞ്ഞ് ഇവരുടെ ഈ മോഹം കെടുത്തിയതല്ല. മറിച്ച് ഇതിൽ പല ആൾക്കാരും ഡൽഹിയിൽ ചെന്ന് അവിടെ സംസാരിച്ച് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ആ സമയത്ത് ഹൈക്കമാൻഡ് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ഈ നിയമം എഴുതിയത്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. എന്നിട്ട് ആ നിയമം എഴുതിയിരിക്കുന്ന ആളിന് വേണ്ടിയിട്ട് ആ നിയമത്തിനെ ഫ്ലെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പിന്നീട് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാളിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്താ ആ പ്രതീക്ഷയും ഈ യോഗ്യരായിരിക്കുന്ന MLA-മാർ, നിയുക്ത MLA-മാർ, അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തലയെണ്ണിയിട്ടാണ് ആളെ തീരുമാനിക്കുന്നത് എങ്കിൽ 2021 കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരേണ്ടത് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പൊ തലയെണ്ണിയിട്ടാണ് ആ യോഗ്യത തീരുമാനിക്കുന്നത് എങ്കിൽ അന്ന് സതീശൻ വരേണ്ടതായിരുന്നില്ല. അപ്പൊ മറ്റെന്തോ മാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. താൻ ഈ മത്സരത്തിൽ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തനിക്ക് വേണ്ടിയിട്ടല്ല ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. മറ്റു രണ്ട് നേതാക്കന്മാർ അവിടെയുണ്ട്. നേരത്തെ ശ്രീമതി ദീപ്തി പറഞ്ഞതുപോലെ ഒരാൾ പ്രതിപക്ഷ നേതാവും മറ്റേയാൾ പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനുമാണ്. അപ്പൊ അവരെ മുന്നിൽ നിന്ന് നയിച്ചതിന് ശേഷം അവസാനം ഈ കപ്പ് കിട്ടുന്ന സമയത്ത് കപ്പ് വാങ്ങാനായിട്ട് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ ആയി പോവുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.